എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ റുഖ്യ അവളാണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവളുടെ സർവ്വ പവറും അതങ്ങനെ സംഭരിച്ച് ആ സ്ക്വാഡ് ഉപയോഗിച്ച് ആ അരങ്കാരനെ അങ്ങനെ വെട്ടി താഴെയിടും. അത് നശിക്കേണ്ട താമസം ഇപ്പോ അവളുടെ ബോസിന്റെ സോള് അത് പതിയെ മുകളിലേക്ക് ഉയർന്നു പോവാണ്. അവൾക്കാണെങ്കിൽ അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. കാരണം ഇത്രയും നാളും ആ ഒരു അരങ്കാർ ആ ബോസിന്റെ സോള് വെച്ച് അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാഡായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു സോളിനെയും സോൾ റീപ്പർ പവറിനെയും ആൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചു. അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ വീണ് കിടക്കുകയാണ്. ഒർഹിബയെ രക്ഷിക്കാൻ ഇച്ചിക്കോയെ കൊണ്ടും അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ടും കഴിയണേന്നുള്ള പ്രാർത്ഥന അത് മാത്രമാണ് അവൾക്കിപ്പോ ബാക്കിയുള്ളത്. അവളാണെങ്കിൽ ഒച്ച വെക്കാതെ അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കും. കട്ട് ചെയ്ത ഇവിടെ റാഞ്ചിയും ആ ഹോലോ ബ്രോയും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പോ ആ പിങ്ക് മുടിയൻ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കാണ്. പിങ്ക് മുടിയനാണെങ്കിൽ ക്യാഷ്ലായിട്ട് അങ്ങനെ നിൽക്കും. റാഞ്ചി ആണെങ്കിൽ ഞൊടിയിടയിൽ അവന്റെ ബാങ്കായി പവർ അതുപയോഗിച്ച് ആ പിങ്ക് മുടിയനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അടുത്ത നിമിഷം പിങ്ക് മുടിയൻ അവനൊരൊറ്റ ടാപ്പില് ആ ഒരു ബാങ്കായെ മുഴുവനായിട്ടും ഡിസ്ട്രോയ് ചെയ്ത് കളയുകയാണ്. ഞാനാണെങ്കിൽ ക്യാഷ്ലായിട്ട് ചിരിച്ച് ഇപ്പൊ റാഞ്ചിയോട് പറയും, നീ ഇവിടെ ബാങ്കായി പവർ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആക്ച്വലി ഈ ഒരു റൂം അത് വളരെ സ്പെഷ്യലാണ്. ഇവിടെ ബാങ്കായി പവർ റെസ്ട്രിക്റ്റഡ് ആണ്. ബാങ്കായി പവറിനെ കൺട്രോൾ ചെയ്യാനും നശിപ്പിക്കാനുമാണ് ഇങ്ങനെ ഒരു റൂം ഞങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ആക്ച്വലി നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ എന്നെ ഞാൻ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തതാണ്. എനിക്ക് ആവശ്യമുള്ള ചില കോമ്പോണൻസ് നിന്നിലുണ്ട്. എൻ്റെ റിസർച്ചിന് തീർച്ചയായിട്ടും നീ ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ടാണ് നിന്നെ ഡൈവേർട്ട് ചെയ്ത് ഞാൻ ഇവിടേക്ക് എത്തിച്ചത്. നിന്നോടൊപ്പം എനിക്കൊരു എക്സ്ട്രാ ബോണസ് പോലെ ഈ ഒരു ഹോലോയെ കിട്ടി. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയും. റാഞ്ചി, നിന്റെ പവർ, സ്പിരിച്വൽ എനർജി, അതുപോലെ തന്നെ നിന്റെ സമ്പത്തുവിന്റെ പവർ, എബിലിറ്റി അതെല്ലാം ഓൾറെഡി ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. എൻ്റെ എക്സ്പെരിമെന്റ് അത് നടത്താനാണ് ഈ ഒരു റൂം പോലും ഞാൻ സജ്ജമാക്കിയത്. എൻ്റെ എക്സ്പെരിമെന്റിന് നീ സഹകരിക്കുകയാണെങ്കിൽ നിനക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. നിനക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസ്, നിന്റെ പവർ കൂട്ടാനുള്ള കഴിവ് അതെല്ലാം തന്നെ എനിക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ നിനക്ക് തരാൻ പറ്റും. അതല്ല നീ സഹകരിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ഉള്ള പവർ കൂടെ ഞാൻ ഇല്ലാതാക്കും. ആണെങ്കിൽ അവൻ പറയുന്നതൊക്കെ കേട്ട് വല്ലാത്തൊരു കൺഫ്യൂഷൻ. അവനെങ്ങനെ എൻ്റെ സ്പിരിച്വൽ എനർജി അത് കറക്റ്റായിട്ട് അസസ് ചെയ്തു? ഞാൻ ഇതിനു മുൻപേ ഇതുവരെ ഈ ഹോലോ വേൾഡിലേക്ക് ഇവിടേക്ക് വന്നിട്ടുമില്ല, ഇവനെ കണ്ടിട്ടുമില്ല. അതിനാ പിങ്ക് മുടിയനാണെങ്കിൽ ചിരിച്ച് അവനോട് പറയും, ഓൾറെഡി അലങ്കാരസുമായിട്ട് നീ ഹ്യൂമൻ വേൾഡിൽ വെച്ച് ഫൈറ്റ് ചെയ്തില്ലേ? ആ സമയത്ത് ആ അലങ്കാരിലൂടെ തന്നെ നിന്റെ പവറും കഴിവും സ്പിരിച്വൽ എനർജിയും എല്ലാം തന്നെ ഞാൻ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തതാണ്. റാഞ്ചി ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻസ്ഡ് ആവുകയാണ്. കാരണം ആ ഒരു അലങ്കാരനെ അതിനെ റാഞ്ചി കൊന്നു കളഞ്ഞതാണ്. ആ പിങ്ക് തലയും പറയും, നീ കൊന്നു കളഞ്ഞ അലങ്കാർ അവൻ എൻ്റെ ബ്രദറാണ്. മാത്രമല്ല എൻ്റെ വലിയൊരു ടെസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് സംഭവിച്ചത് വലിയൊരു ലോസ് ആണ്. സോ അത് നികത്താൻ എനിക്കിപ്പോൾ നിന്നെ കിട്ടി. എനിക്ക് എൻ്റെ ലോസ് നികത്തിയേ പറ്റൂ. സോ തീർച്ചയായിട്ടും നീ എന്നോട് സഹകരിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയതിലും ബെസ്റ്റായിട്ട് ഒന്നിനെ ഉണ്ടാക്കിയെടുക്കണം. റാഞ്ചിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഭയങ്കര വിയേർഡായിട്ട് തോന്നും. അവൻ ഇവിടെയുള്ള ഹോലോസിനെ മാത്രമല്ല സ്വന്തം ബ്രദറിനെ പോലും ഒരു ടൂളായിട്ടാണ് കാണുന്നത്. അവരിൽ പോലും ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത് അവരുടെ ലൈഫ് അവൻ സ്പോയിൽ ചെയ്യുന്നു. അവർ മരിച്ചു പോകുന്നതിലും എന്ത് സംഭവിക്കുന്നതിലും അവന് യാതൊരു കുഴപ്പമില്ല. സോ ഇവൻ ഇത്രയും നേരവും കണ്ടതിൽ വെച്ച് ഏറ്റവും വിയേർഡായിട്ടുള്ളതും ഏറ്റവും ബാഡായിട്ടുള്ള മൈൻഡ് സെറ്റും പവറുമുള്ള ഒരു അരങ്കാർ തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇവനെ തോൽപ്പിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് വലിയ അപകടം ഉണ്ടാവും. റാഞ്ചി ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ പിങ്ക് തലേനെ അറ്റാക്ക് ചെയ്യാണ്. ഭാഗ്യം കൊണ്ട് തന്നെ അവന്റെ ഷിക്കായി ഫോമും ഇപ്പോ റാഞ്ചിക്ക് വീണ്ടും അവന് മുൻപിൽ റിലീസ് ചെയ്യാനും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷെ ആ പിങ്ക് തലേനാണെങ്കിൽ അതും സിമ്പിളായിട്ട് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് തകർക്കുകയാണ്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടെ നിന്റെ പവറൊന്നും വിലപ്പോ ഇല്ല എന്ന്. ഓൾറെഡി ഈ റൂമിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത റൂമാണ്. ഒരു കാരണവശാലും ഇവിടെ വെച്ച് നിനക്കെന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. മാത്രമല്ല നീ ഇപ്പോൾ ഉള്ളത് സോൾ സൊസൈറ്റിയിലോ ഹ്യൂമൻ വേൾഡിലോ അല്ല, മറിച്ച് അരങ്കാസിന്റെ ഹോളോ വേൾഡിലാണ്. ഇവിടെ വെച്ച് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയോ? എൻ്റെ പവറിനെ കുറിച്ച് അറിയോ? എൻ്റെ എബിലിറ്റിയെ കുറിച്ച് അറിയോ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും നിനക്ക് എന്നെ കുറിച്ച് അറിയാമായിരുന്നുവെങ്കിൽ ഒരിക്കലും നീ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ എനിക്ക് നേരെ ചെയ്യില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഇപ്പോഴും നിന്റെ മുൻപിൽ സമയമുണ്ട്. നല്ല കുട്ടിയായി ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് നേട്ടം മാത്രമേ ഉണ്ടാവൂ പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ റാഞ്ചി അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്കിൽ റാഞ്ചിക്കാണെങ്കിൽ വളരെ ബാഡായിട്ട് ചില ഇഞ്ചുറിയൊക്കെ സംഭവിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ റാഞ്ചി ഇപ്പൊ തകർന്ന് താഴെ വീഴും. അവൻ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത അവന്റെ ബാങ്കായി പവർ അത് വീണ്ടും ഡിസ്ട്രോയ് ആയിരിക്കുകയാണ്. ഇനിയും പവർ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ത്രാണി അത് റാഞ്ചിക്കില്ല. അവന്റെ ബോഡിയിൽ ഇപ്പോൾ പരുക്കുകളും മുറിവുകളും കൂടി പവർ കുറഞ്ഞിരിക്കുകയാണ്. അവൻ അങ്ങനെ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കും. റാഞ്ചി ഇച്ചിഗോയ്ക്ക് വാക്ക് കൊടുത്തതാണ്
അവനെ അവൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും ഒർഹിബയെ കണ്ടെത്തുമെന്നും. സോ ഒരു കാരണവശാലും മറ്റുള്ളവരെ സഹായത്തിന് വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചാൽ ഞാൻ വെറൊരു യൂസ്ലെസ് ആണെന്നാണ് അതിനർത്ഥം. അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. എന്ത് വില കൊടുത്തും എന്തെങ്കിലും ചെയ്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ആ ഹോലോ ബ്രോയും ഉണ്ട്. അവൻ്റെ ജീവനും എനിക്ക് രക്ഷിച്ചേ പറ്റൂ. ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് വേറെ വഴിയില്ല ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഞാനിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവൻ്റെ സർവ്വശക്തി എടുത്ത് പിങ്ക് തലേൻ്റെ മുകളിലേക്ക് എടുത്ത് ചാടി വരും. അതിനാ പിങ്ക് തലേനാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെരിപ്പിച്ച് റാഞ്ചിയെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി അടിക്കും. ആ ഒരു അടിയിൽ അവൻ്റെ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടും. റാഞ്ചിയാണെങ്കിൽ മൊത്തത്തിൽ തകർന്ന് അങ്ങനെ തരിപ്പണാവുകയാണ്. റാഞ്ചിയുടെ അവസ്ഥ കണ്ട് ആ പിങ്ക് തലേന് ഭയങ്കരമായിട്ട് സന്തോഷം. അടുത്ത നിമിഷം അവിടേക്ക് 2 ഹോലോസ് അങ്ങനെ ചാടി ചാടി വരും. അവറ്റകളെ കാണുമ്പോൾ തന്നെ ആ പിങ്ക് തലേനാണെങ്കിൽ ആകെ ടെൻസ്ഡായിട്ട് നിൽക്കും. കാരണം എന്തെങ്കിലും ഒരു തലവേദനയായിട്ട് മാത്രമേ അവറ്റകൾ അവൻ്റെ അടുത്തേക്ക് വരാറുള്ളൂ. അവറ്റകൾ അവിടേക്ക് എത്തേണ്ട താമസം അവനോട് എന്തോ ഒരു ഇൻഫർമേഷൻ അതങ്ങനെ പാസ് ചെയ്യുകയാണ്. റുക്കിയുടെ ഓപ്പണൻ്റായിട്ട് അവളോട് ഫൈറ്റ് ചെയ്ത ബോസ് അലങ്കാർ, അവനും റുക്കയും അവർ രണ്ടുപേരും ഫൈറ്റിൽ കൊല്ലപ്പെട്ടു. ആ ബോസ് അലങ്കാർ മരിച്ചത് കേട്ട് ആദ്യം ആ പിങ്ക് തലയൻ അവരൊന്ന് ഞെട്ടും. അതിനുശേഷം സ്മൈൽ ചെയ്ത് അവനാണെങ്കിൽ റാഞ്ചിയോട് പറയും, ബോസ് അവൻ നല്ല പവർഫുള്ളാണ്. അവന് റുക്കയുടെ ബോസിന്റെ സോള് വെച്ച് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും അവൻ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു. റുക്കയ്ക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ആ ഒരു അലങ്കാരനെ അങ്ങനെ അസൈൻ ചെയ്ത് വിട്ടത്. ആ ബോസിന്റെ രൂപവും അവന്റെ പവറൊക്കെ ഉപയോഗിച്ച് അവളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ടോർച്ചർ ചെയ്യാനും അവനെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് അവൻ മരിച്ചപ്പോൾ അവളെയും കൊന്നു തള്ളിയെന്ന് പറഞ്ഞ് അവനങ്ങനെ പൊട്ടിച്ചിരിക്കും. റാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവാണ്. കാരണം റുക്കയെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ സ്വന്തം സിസ്റ്റർ ആയിട്ടാണ് അവൻ റുക്കയെ കണ്ടത്. അങ്ങനെയുള്ള റുക്കയ്ക്ക് അവളുടെ ജീവൻ നഷ്ടമായെന്നറിഞ്ഞ് കൺട്രോൾ പോയി അൺലിമിറ്റഡ് ആയി ഇപ്പൊ റാഞ്ചിയുടെ പവർ പുറത്തേക്ക് വരും. അവന് അൺലിമിറ്റഡ് പവറും അതിന്റെ കൂടെ അവന്റെ ബാങ്കായ് പവറൊക്കെ ഉപയോഗിച്ച് പിങ്ക് തലേനെ അങ്ങനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു അറ്റാക്ക് അത് അവൻ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ റാഞ്ചിയുടെ അറ്റാക്കില് ചെറിയ തോതിൽ അവനും ചില ഇമ്പാക്റ്റ് ഒക്കെ ഏൽക്കും. കട്ട് ചെയ്ത ഇപ്പൊ ഇച്ചിഗോയെ കാണിക്കും. ഇച്ചിഗോ ആണെങ്കിൽ ഉഷാറായിട്ട് അങ്ങനെ ഒർഹിബയെ അന്വേഷിച്ച് മുൻപോട്ടേക്ക് ഓടും. അടുത്ത നിമിഷം അവനാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ബാഡ് ഫീലിംഗ് അങ്ങനെ സെൻസ് ചെയ്യാനായിട്ട് കഴിയാണ്. അവൻ ചുറ്റും നോക്കും. അപ്പോൾ അവന്റെ റൈറ്റ് സൈഡിലായിട്ട് ആരോ ഒരാള് അങ്ങനെ ഹായ് ആയിട്ട് അവനെ തന്നെ നോക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ അല്പം മുൻപിലേക്ക് വന്ന് അത് ആരാണെന്ന് നോക്കും. അപ്പോൾ അവൻ കാണും അത് മറ്റാരുമല്ല, സാക്ഷാൽ ഐസന്റെ അസിസ്റ്റന്റ്. അവനാണെങ്കിൽ ഇച്ചിഗോയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇച്ചിഗോയുടെ ഓരോ ആക്ഷൻസും മൂവ്മെന്റ്സും പ്ലാൻസും അതൊക്കെ തന്നെ കാസ്റ്റ് ചെയ്തും മനസ്സിലാക്കിയും അവനങ്ങനെ വളരെ പവർഫുൾ ആയിട്ട് നിൽക്കും. ഐസന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോയുടെ നേർക്ക് അങ്ങനെ നടന്നു വരികയാണ്. സത്യത്തിൽ ഇച്ചിഗോ, നീ ഇത്രയും വലിയ മണ്ടനായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിന്റെ ഫ്രണ്ട് ഒർഹിബ, അവളെ രക്ഷിക്കാനായിട്ട് നീ ബാക്കിയുള്ള നിന്റെ ഫ്രണ്ട്സുകളെ വലിയൊരു ഊരാക്കുടുക്കിലാണ് കൊണ്ടുവന്നിട്ടത്. ഇപ്പൊ മരിക്കാൻ പോകുന്നത് നിന്റെ ഫ്രണ്ട് ഒർഹിബ മാത്രമല്ല, നീയും നിന്നോടൊപ്പം ഇവിടേക്ക് വന്ന എല്ലാവരും തന്നെയാണ്. ഓൾറെഡി നീ സോൾ സൊസൈറ്റിയിലേക്ക് പോയി ജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്തിയ റുക്കിയ, അവളെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? അവൾ ഓൾറെഡി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അത് കേൾക്കേണ്ട താമസം കൺട്രോൾ പോയി ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഐസന്റെ അസിസ്റ്റന്റിനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അവൻ ഭയങ്കര പവർഫുൾ ആണ്. അവന്റെ ഒറ്റ കൈ വെച്ച് തന്നെ ഇച്ചിഗോയുടെ അറ്റാക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ തകർത്തില്ലാതാക്കും. ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ ഓപ്പണന്റ് അത് വലിയൊരു പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്റർ ആണെന്ന് തിരിച്ചറിയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.